നമുക്കറിയാം, ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച്, ഏറ്റവും വലിയ വെല്ലുവിളി മയക്കുമരുന്നിൻ്റെ വ്യാപനമാണ്. നമ്മുടെ സംസ്ഥാനം ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞതാണ്. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ, വിദ്യാഭ്യാസ രംഗത്ത് നമുക്കുണ്ടായ പുരോഗതി, സാക്ഷരത, ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലുണ്ടായിരുന്ന നേട്ടങ്ങൾ, ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ നിരവധി വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് ആ ഇൻഡെക്സ് പരിശോധിക്കുമ്പോൾ നമ്മൾ മുൻപന്തിയിലാണ്. ഇന്ന് പക്ഷേ മയക്കുമരുന്ന് വ്യാപനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറിയിരിക്കുന്നു എന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഞാൻ നിങ്ങളുടെ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളെയെല്ലാം ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചാണ് പഠിപ്പിച്ചിരുന്നത്. അന്ന് പറയും, ജനസംഖ്യ നിയന്ത്രിക്കണം, ജനസംഖ്യ ഒരുപാടായാൽ വലിയ പ്രശ്നമാവും, 200 കോടിയും 300 കോടിയും ഇന്ത്യയിലെ ജനസംഖ്യ ആവും എന്നെല്ലാം പഠിച്ചു വളർന്നവരാണ് ഞങ്ങളെല്ലാം. പക്ഷെ ഞാൻ വലുതായപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന വാക്ക് ജനസംഖ്യ നിയന്ത്രണം എന്നല്ല, പകരം കേൾക്കുന്ന മനോഹരമായ ഒരു വാക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നാണ്. ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ജനസംഖ്യ. ആ ജനസംഖ്യ നമ്മുടെ സ്റ്റേറ്റിന്, നമ്മുടെ രാജ്യത്തിന് നൽകുന്ന ഡിവിഡൻഡ് ആണ്. ആരാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്? ചെറുപ്പക്കാരാണ്. നമ്മുടെ ജനസംഖ്യയുടെ 65% യങ്സ്റ്റേഴ്സ് ആണ്. അതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ജനസംഖ്യ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന് നൽകുന്ന അഡ്വാൻറ്റേജ് ആണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. അത് ചെറുപ്പക്കാരാണ്. കാരണം എന്താ? അവർ ക്രിയേറ്റീവാണ്, അവർ കൺസ്ട്രക്റ്റീവാണ്. ഒരു 65% ചെറുപ്പക്കാരാകുമ്പോൾ ഒരു നാട് അത്ഭുതകരമായ, വിസ്മയകരമായ പുരോഗതിയിലേക്ക് കുതിച്ചുപായും എന്നാണ് ലോകത്തിന്റെ മുഴുവൻ കണക്ക്. അപ്പൊ നമ്മുടെ സ്വപ്നം എന്താണ്? നമ്മുടെ സ്വപ്നം നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ പുരോഗതിയിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് പറയുന്നത് നാടിന്റെ യുവത്വമാണ്. ആ യുവത്വത്തെ മയക്കി കിടത്താൻ, അവരെ ഇല്ലാതാക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ന് മയക്കുമരുന്നാണ്. പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ കേരളത്തിൽ വ്യാപകമാവുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ക്രൈം, കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു, നേച്ചർ മാറിയിരിക്കുന്നു. വളരെ ബ്രൂട്ടലായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള രീതിയിലാണ് കുറ്റകൃത്യങ്ങൾ നടത്തുന്നത്. കാരണം അതിന് മയക്കുമരുന്നിന്റെ പിന്തുണയോട് കൂടിയാണ് അവർ ഈ ബ്രൂട്ടലായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്നത്. ജന്മം നൽകിയ മാതാപിതാക്കളെ കൊല്ലുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഡ്രഗ് അഡിക്റ്റ് പറഞ്ഞത്, ഞാൻ എൻ്റെ അമ്മയെ കൊന്നു. ആരാ അമ്മ? 10 മാസം ഗർഭാശയത്തിൽ വെച്ച് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച് അവനെ പ്രസവിച്ച് കുഞ്ഞി കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി തൊട്ടിൽ കെട്ടി താരാട്ട് പാടി വളർത്തി ഇവൻ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ 3 നേരവും പ്രാർത്ഥനയോടുകൂടി വീട്ടിൽ കാത്തിരിക്കുന്ന ഒരു അമ്മയെ മകൻ കൊല്ലുകയാണ്. എനിക്ക് ജന്മം തന്നതിന്റെ പേരിലാണ് ഞാൻ എൻ്റെ അമ്മയെ കൊന്നത് എന്ന് അവൻ പോലീസിനോട് പറയുകയാണ്. എവിടെ എത്തി നിൽക്കുന്നു? എവിടെ എത്തി നിൽക്കുന്നു? അത്ര ഭയാനകമായൊരു സ്ഥിതിവിശേഷമുണ്ട്. പല കുടുംബങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ അവർ പുറത്തു പറയുന്നില്ല. എനിക്ക് ഒരുപാട് ആളുകൾ വന്ന്, ഒരുപാട് മാതാപിതാക്കൾ വന്ന് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു. ഞാൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നു. ഞാൻ നിറകണ്ണുകളോടെ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് ഈ അഡിക്ട്സ് ഉള്ള വീടുകളിലെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് പുറത്തു പറയാൻ പറ്റില്ല. ആ കുടുംബങ്ങളിൽ അവരനുഭവിക്കുന്ന ദുഃഖം, അവരനുഭവിക്കുന്ന പീഡാനുഭവങ്ങൾ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇവരെ നിയന്ത്രിക്കുന്നത് അവരല്ല, ഈ മയക്കുമരുന്നാണ്. നമുക്കൊരു പ്രതിജ്ഞ എടുക്കണ്ടേ? ഈ മയക്കുമരുന്നിനെ നമ്മൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന്, നമ്മൾ ഈ ശൃംഖലയെ നമ്മൾ ആട്ടി ഓടിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. അത് ഈ നാടിന്റെ യുവത്വത്തിന് വേണ്ടി ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയെ, ഈ മാഫിയയെ
നമ്മൾ വാഴാൻ അനുവദിക്കില്ല. അവരെ വാഴാൻ അനുവദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പിന്നെ കേരളം ഉണ്ടാകില്ല. നമ്മുടെ കേരളം ഉണ്ടാകില്ല. നമ്മൾ സ്വപ്നം കാണുന്നൊരു കേരളം. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കുറിച്ച് എത്രയോ വലിയ സ്വപ്നങ്ങളാണ് കാണുന്നത്. നിങ്ങൾ വളർന്നു വലുതായി വരുമ്പോൾ വലിയ ഉയരങ്ങളിലേക്ക് എത്തണം എന്നവർ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ മയക്കുമരുന്നിന്റെ അടിമയായി നിങ്ങളുടെ ആരോഗ്യം തകർത്ത് നിങ്ങളുടെ ജീവിതം തകർത്താൽ പിന്നെ ആ മാതാപിതാക്കൾക്ക് പിന്നെ ജീവിതത്തിൽ ബാക്കി എന്താണുള്ളത്? ഇതിനുവേണ്ടി പലരും പല രീതിയിലും സ്വാധീനിക്കും. നമ്മൾ പണ്ട് ക്യാച്ച് ദ യങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടാണ് ക്യാച്ച് ദ യങ് എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ യുവത്വത്തെ നമ്മൾ കൂട്ടുപിടിക്കുക, അവരെ ചേർത്ത് പിടിക്കുക എന്നതാണ്. പക്ഷേ ഇന്ന് മയക്കുമരുന്ന് മാഫിയ ചെയ്യുന്നത് ക്യാച്ച് ദ യങ് ആണ്. ഏറ്റവും ചെറുപ്പക്കാരെ, കുട്ടികളെ അവർ ടാർഗറ്റ് ചെയ്ത് അവർ തകർക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അതിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം ഇത് ആഭ്യന്തര വകുപ്പോ ഗവൺമെന്റോ മാത്രം ചെയ്യുന്ന ഒരു നടപടിയായി നിങ്ങൾ കാണരുത്. ഇത് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മാതാപിതാക്കളും മറ്റ് രക്ഷകർത്താക്കളും അധ്യാപകരും പോലീസും എക്സൈസും എൻഫോഴ്സ്മെന്റ് ഏജൻസികളും എല്ലാവരും ചേർന്ന് എടുക്കുന്ന ഒരു ദൗത്യമാണ്, മിഷനാണ്. ഈ മിഷന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് എൻഫോഴ്സ്മെന്റാണ്. അത് ചെയ്യേണ്ടത് പോലീസും എക്സൈസുമാണ്. വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ കേരളത്തിലെ പോലീസിനും കേരളത്തിലെ എക്സൈസിനും അവരുടെ ഒരു കയ്യൊപ്പിടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ മിഷനായി നമ്മൾ ഇതിനെ മാറ്റണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ പോലീസിന്, കേരളത്തിലെ എക്സൈസിന് അഭിമാനത്തോടു കൂടി രാജ്യത്തോട് പറയാൻ കഴിയണം, ഞങ്ങൾ എൻഫോഴ്സ്മെന്റ് കൃത്യമായി നടപ്പാക്കി മയക്കുമരുന്ന് മാഫിയയെ, ഈ ശൃംഖലയെ, ഈ ചെയിനെ ഞങ്ങൾ ഇല്ലാതാക്കി എന്ന് പറയണം. അതിനുള്ള മുഴുവൻ പിന്തുണയും എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. രണ്ട്, അവയർനെസ് ആണ്, ബോധവൽക്കരണമാണ്. ഇതിന്റെ അപകടത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് മനസ്സിലാക്കിക്കുക. അതിൽ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും NGOകൾക്കും വിവിധ ഏജൻസികൾക്കും എല്ലാവർക്കും പങ്കുണ്ട്. എല്ലാവരെയും സമന്വയിപ്പിച്ച് ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എല്ലാവരും ലോക്കൽ ബോഡികളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ മക്കളെ കൊലയ്ക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ഉജ്ജ്വലമായ വിജയം, ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ഉജ്ജ്വലമായ വിജയമാക്കി മാറ്റാൻ ഞാൻ നിങ്ങളെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഈ പരിപാടി ആവിഷ്കരിച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയെയും പോലീസ് സേനയെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രസംഗിക്കേണ്ടത്. പക്ഷെ എനിക്ക് 4:30 കഴിഞ്ഞുള്ള ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിലേക്ക് പോകുന്നതുകൊണ്ട് ബഹുമാനനായ അധ്യക്ഷൻ എനിക്ക് അധ്യക്ഷ പ്രസംഗത്തിന് മുമ്പ് ഉദ്ഘാടനം അനുവദിച്ചതെന്നാണ്. അദ്ദേഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും യാത്ര ചോദിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ അംബാസഡർമാരായി നിങ്ങൾ ഓരോരുത്തരും മാറണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.